ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജോണർ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. അതായത് നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ വേറൊരു 2 ഹാപ്പി ന്യൂസസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് എൻ്റെ ഒരു 5-6 വീഡിയോസ് ആയിട്ട് ഞാൻ ഫുൾ നഴ്സിംഗ് ക്ലാസ്സസുകളായിരുന്നു. അതായത് അനാറ്റമി സബ്ജക്റ്റിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ ഫുൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് അതിനകത്ത് തന്നെ ഒത്തിരി കമന്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ വേറെ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റഗ്രാം DM-ലും എനിക്ക് കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് സെക്കൻഡ് സെമ്മിലെയും തേർഡ് സെമ്മിലെയും സ്റ്റുഡൻസുകളെല്ലാം എൻ്റെ അടുത്ത് ഓരോ ടോപ്പിക്സ് പറഞ്ഞിട്ട് അതും കൂടെ ഒന്ന് എടുക്കോ ഇതും കൂടെ ഒന്ന് എടുക്കോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മള് ഈ സബ്ജക്ട് വൈസ് ആയിട്ട് ഇങ്ങനെ ഫുൾ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്നതിനും എനിക്ക് അവർക്കുമുള്ള എക്സ്പ്ലനേഷൻസ് ആയിട്ടുള്ള ക്ലാസ്സസ് വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റില്ല. സോ ഞാൻ ഇപ്പം വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇപ്പോൾ ഫസ്റ്റ് സെമ്മിലാണെങ്കിലും സെക്കൻഡ് സെമ്മിലാണെങ്കിലും തേർഡ് സെമ്മിലാണെങ്കിലും എല്ലാ സെമ്മുകളിലും ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ മാത്രം ഞാൻ എടുത്ത് ക്ലാസ് ആയിട്ട് ഇടാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയും കൂടെ ഒരു സജഷൻസ് എനിക്ക് ജസ്റ്റ് കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഡിസിഷൻ എടുക്കാമായിരുന്നു. സോ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും എല്ലാ സെമ്മിലെയും പോർഷൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു സജഷൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നോട്ട്സ് ഞാൻ എന്തായാലും ഡെയിലി ഇപ്പൊ ഞാൻ ഫസ്റ്റ് സെമ്മിലെ നമ്മൾ അനാറ്റമി ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോസ് ഞാൻ അങ്ങനെ എക്സ്പ്ലനേഷൻ വീഡിയോസുകളായിട്ട് ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം എടുത്താലും ഞാൻ സബ്ജക്ട് വൈസ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എല്ലാ നോട്ട്സുകളും ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാനൊരു ചാനലും ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ നിങ്ങൾ അതിനകത്ത് കയറിയിട്ടില്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വാട്സപ്പ് ചാനലിന്റെ ലിങ്ക്. അപ്പൊ അതിനകത്ത് ഒന്ന് കയറി ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കും നോട്ട്സുകളെല്ലാം കിട്ടുന്നതായിരിക്കും. സോ ഇതുവരെ കാണാത്തവരെല്ലാം അതിനകത്ത് പോയി എന്തായാലും ജോയിൻ ചെയ്യുക. ഇപ്പോഴും നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ലൈഫിലെ 2 ഹാപ്പി ന്യൂസസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ചാനല് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അത് അപ്രൂവൽ വന്നിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളെല്ലാവരും ആണ്. അതിനെല്ലാം വളരെ 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 അധികം നന്ദി. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഒന്നുമല്ല. എനിക്കറിയാം, ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മോണിറ്റൈസേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതേപോലെ നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം വളരെയധികം നന്ദി. ഇനിയും നിങ്ങളും തുടർന്ന് ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അതേപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതാണ് എൻ്റെ ഫസ്റ്റ് ഹാപ്പി ന്യൂസ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതും എനിക്ക് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അതിന്റെ ഒരു തുടക്കം ഞാൻ ആദ്യം പറയാം. ഞാനിവിടെ ബാംഗ്ലൂരിൽ ഇപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതെന്റെ 5ാമത്തെ വർഷമാണ്. അപ്പോ നമ്മള് ഇവിടുന്ന് എനിക്ക് സാധാരണ ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ ഡ്രസ്സുകളെല്ലാം തയ്ച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഒരു ടൈലറാണ്. അപ്പൊ അമ്മയായിരുന്നു എൻ്റെ ഡ്രസ്സുകളെല്ലാം, എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സുകളെല്ലാം തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പോ അതിനുശേഷം നമ്മളിവിടെ വന്നേ പിന്നെ അമ്മയ്ക്ക് എന്തായാലും എപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡ്രസ്സ് തയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോയായിരിക്കും നമ്മൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ ആ ടൈമില് നമ്മള് നല്ല നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ച് നമ്മൾ കസിൻസിന്റെ അടുത്ത് അതേപോലെ നമ്മുടെ അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ നമ്മളോട് ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, നമുക്കും അതേപോലെ അവർക്കും അതേപോലത്തെ വാങ്ങിച്ചു കൊടുക്കും, ഇനി നിങ്ങൾ പോകുമ്പോൾ അങ്ങനത്തെ വാങ്ങിക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറ്റുന്നിടത്തോളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പം അവര് ചോദിക്കുന്നത് പോലെ നിങ്ങൾക്കും ആർക്കെങ്കിലൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇപ്പം നല്ല നല്ല ഡ്രസ്സുകൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ബാംഗ്ലൂർ എന്നല്ല, ഇപ്പം നല്ല നല്ല ഡ്രസ്സ് വാങ്ങിയ സ്ഥലത്ത് വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങള്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടും ഞാനൊരു ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇന്ന് തൊട്ട് നമ്മള് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. നമ്മൾക്ക് അപ്പോ ആ ബ്രാൻഡിന്റെ നെയിമാണ് പെൻ വസ്ത്ര. സോ നിങ്ങളുടെ അടുത്താണ് ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്. നിങ്ങൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ഓൺലൈൻ പേജിന്റെ ഈ ബ്രാൻഡിലുള്ളത്
നമുക്കിപ്പോ വരുന്നത് ചുരിദാർ, കുർത്തീസ് ആൻഡ് കോട്ട് സെറ്റുകളാണ്. അപ്പൊ അതിന്റെ എല്ലാം അപ്ഡേറ്റ്സുകൾ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ അതെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അതെല്ലാം സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഫ്രീ ഡെലിവറി ആയിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ഞാൻ ഓരോ വരുന്ന വീഡിയോസിലെല്ലാം ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മള് പുതിയൊരു ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ്. നെയിം വരുന്നത് പെൻ വസ്ത്ര എന്നാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രയുള്ളൂ എനിക്കിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചിട്ട് ഓരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ നോട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ എന്റെ പുതിയ പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഞാൻ എന്റെ ഈ പെൻ വസ്ത്ര എന്ന് പറയുന്ന ആ ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കയറി അതൊന്ന് ഫോളോ ചെയ്യുക. ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും. അതിനെന്തായാലും ഞാൻ യൂട്യൂബിലും ഇതിന്റെ അപ്ഡേഷൻസ് ഫുൾ ഇടുന്നതായിരിക്കും. ഞാൻ ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിലേക്ക് നേരെ DM ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് അറിയിക്കാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. പുതിയ അപ്ഡേഷൻസ് ആയി വരാം. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ ജോണർ സൈനിങ് ഓഫ്.